ദിവസം ഈ രണ്ടുപേരും കൂടി, അതായത് ദിലീപും കാവ്യ മാധവനും കൂടി മുറിയിലേക്ക് വന്നപ്പോൾ തങ്ങൾ രണ്ടുപേരും ഈ മുറി വിട്ടുപോയി. സാധാരണ അങ്ങനെ ഒരു പതിവുണ്ട് എന്നാണ് പറയുന്നത്. കാരണം ഇവരുടെ അടുപ്പം അറിയാവുന്നതുകൊണ്ട് ഇവർ രണ്ടുപേരും മുറിയിലേക്ക് വന്നാൽ തങ്ങൾ മുറി വിട്ടുപോയി എന്നുള്ളത് ഇവർ പറയുന്നുണ്ട്. ഒരു ദിവസം കണ്ട കാഴ്ച, ബാത്റൂമിൽ കയറി രണ്ടുപേരും, ഈ മുറിയുടെ ബാത്റൂമിൽ കയറി രണ്ടുപേരും വാതിലടയ്ക്കുന്ന കാഴ്ച. അതിജീവിതയെ ആക്ഷേപിച്ചുകൊണ്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടാൽ അവയ്ക്കെതിരെ കർശന നടപടിയെടുക്കാനാണ് നിർദ്ദേശം. രാഹുൽ ഈശ്വർ 10-14 ദിവസം ജയിലിൽ കിടക്കുന്നത് പ്രേക്ഷകർ ഓർമ്മയുണ്ടല്ലോ. ജയിലിൽ കിടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്നത് പോലെ ഏട്ടൻ പാവമാണ് ലൈനിലുള്ള ക്യാമ്പയിനൊക്കെ തുടങ്ങും. അതൊക്കെ നിങ്ങൾക്ക് നടത്താം, അതൊന്നും നിയമവിരുദ്ധമായ കാര്യമല്ല. പക്ഷേ അതിജീവിതയെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിക്കുകയോ അതിജീവിതയുടെ സ്വകാര്യതയെ ബാധിക്കുകയോ ചെയ്യുന്ന തരത്തിലുള്ള എന്തെങ്കിലും കാര്യം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിയമ നടപടികൾ ഉണ്ടാകും. അത് ഇന്നലെ മുഖ്യമന്ത്രി ഉറപ്പ് കൊടുത്തിട്ടുണ്ട്, പോലീസിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളത് അറിയിക്കുന്നു. അപ്പോൾ കരുതിയിരുന്നുള്ളൂ, പോലീസ് നിരീക്ഷിക്കുന്നുണ്ട് ചില ആളുകളെ. റേപ്പിനെയൊക്കെ ചില സോഷ്യൽ മീഡിയയിലെ താരങ്ങളെന്ന് പറഞ്ഞ് നടക്കുന്ന ചില ആളുകൾ വന്ന് നോർമലൈസ് ചെയ്യുന്നത് കണ്ടിട്ടേ നമ്മൾ ഞെട്ടിപ്പോ. റേപ്പിനെ നോർമലൈസ് ചെയ്യുന്ന വൈകൃതം ബാധിച്ച കുറച്ച് മനുഷ്യർ ഈ ഭൂമിയിൽ ആലോചിച്ചു. അവരൊക്കെ സോഷ്യൽ മീഡിയ പറയാം, ഇങ്ങനെയൊക്കെ കാറിനകത്ത് ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ അതൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ളൂ. കോടതി ശിക്ഷിച്ച ഒരു കേസാണ്. ആ കേസിൽ ഇനി തെളിയേണ്ടത് ഗൂഢാലോചന മാത്രമാണ്. അതിനെയാണ് നോർമലൈസ് ചെയ്യുന്നത്. അത് എന്താ നമ്മൾ പറയുക, ഇവരൊക്കെ മനുഷ്യരാണോ എന്ന് മാത്രമേ നമുക്ക് ചോദിക്കാനുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട പ്രചരണം നടത്തുന്നവരുണ്ട് എന്ന് നമുക്കൊക്കെ. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. രണ്ട് ന്യൂസാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത്. ദിലീപിൻ്റെ കേസ് തന്നെയാണ് നമ്മൾ ഇന്നും വീണ്ടും ചർച്ചയ്ക്ക് എടുക്കുന്നത്. രണ്ട് ന്യൂസാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ന്യൂസ് ചാനൽസ് എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്, കഴിഞ്ഞ ദിവസം മാർട്ടിൻ്റെത് ഒരു പുറത്ത് വന്നിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ ഞാൻ അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്തിരുന്നു. അപ്പം ഇത്രയും എന്താ പറയുക, ഇത്ര കാലം കഴിഞ്ഞതിന് ശേഷം ഇത്രയധികം പച്ചക്കള്ളങ്ങൾ വീണ്ടും മെനഞ്ഞുണ്ടാക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിക്കുമ്പോഴും അപ്പുറത്ത് ഇതൊക്കെ അനുഭവിച്ചിട്ടുള്ള ഇത്രയധികം ക്രൂര പീഡനങ്ങൾ അന്ന് അനുഭവിച്ചതിന് ശേഷം ഇത്ര കാലമായിട്ടും മാനസികമായിട്ട് ഇത്രയധികം അനുഭവിച്ചിട്ടുള്ളൊരു പെൺകുട്ടി അതിജീവിതം ഉണ്ട് എന്നുള്ളത് ഒരു തുള്ളി പോലും മനസ്സിൽ തുള്ളി പോലും മനസ്സിലാക്കാത്ത, മനസ്സാക്ഷി ഇല്ലാത്ത ഒരു കൂട്ടം ആൾക്കാർ. ഇതെന്തുകൊണ്ടാണ് പറയാൻ കാര്യം വെച്ചാൽ ആ വീഡിയോയുടെ അടിയിൽ വന്ന കമൻസും ആ വീഡിയോ എടുത്തിട്ട് പല ആൾക്കാർ സംസാരിച്ച കാര്യങ്ങളും പ്ലസ് ഇതിൻ്റെ ആദ്യം ഞാനൊരു വീഡിയോ ക്ലിപ്പ് കാണിച്ചല്ലോ. അത് ഈ മൊഴി, അതായത് എന്താണ് അതിജീവിതയുടെ മൊഴി, എന്താണ് മഞ്ജു വാര്യരുടെ മൊഴി, ഈ കേസ് നടക്കുന്ന ദിലീപിലേക്ക് വിരൽ ചൂണ്ടുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, ഇതെങ്ങനെയാണ് പൊളിഞ്ഞത്, ഇതൊക്കെ ഒരുവിധം എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ള വിഷയമായിരിക്കും. ആ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പ്ലീസ് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. പറ്റുമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ രണ്ട് കാര്യമാണ് ചർച്ച ചെയ്യുന്നത്. ഒന്ന്, ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള സംഭവം, ആദ്യം കാണിച്ചിട്ടുള്ള ക്ലിപ്പ്. രണ്ടാമത്, ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ പറയാതിരിക്കാൻ വയ്യ. ഏറ്റവും കൂടുതൽ റിപ്പോർട്ടർ ചാനലാണ്, എല്ലാ ചാനൽസും അതെ. ഏറ്റവും കൂടുതൽ ഈ കാര്യത്തിന് പുറകെ നടന്നിട്ടുള്ളത് അരുൺകുമാറും റിപ്പോർട്ടർ ചാനൽ റോഷിപാൽ, ഇവരാണ് അതിജീവിതയ്ക്ക് കട്ട സപ്പോർട്ട് ചെയ്ത് വയ്യ. നമ്മുടെയൊക്കെ വീട്ടിൽ പെൺകുട്ടികളുണ്ട്, നമുക്കൊക്കെ വളർന്നു വരുന്ന പെൺകുട്ടികളുണ്ട്. അവർക്കൊക്കെ ഏത് ജോലിയും ചെയ്ത് സധൈര്യം മുന്നോട്ട് പോകാനും തെറ്റ് ചെയ്യാത്തോടത്തോളം കാലം ഒരുത്തനെയും പേടിക്കേണ്ട കാര്യമില്ല. ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സാഹചര്യം വേണം. ഇപ്പം ഞാൻ ഈ പറയുന്ന സമയത്തും അത് എൻ്റെ വീഡിയോൻ്റെ അടിയിൽ ചില ആൾക്കാർ ഡെഫിനറ്റ്ലി വന്നിട്ട് എന്നെ അത്രയധികം, ഞാൻ ഇത്രയും ദിവസം അതിജീവിതയെ സപ്പോർട്ട് ചെയ്തിരുന്നു, ഇനിയും സപ്പോർട്ട് ചെയ്യും, യാതൊരു സംശയമില്ല. ഇങ്ങനെ ചെയ്യുന്ന സമയത്തും അതെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സൈബർ അധിക്ഷേപവും പ്രശ്നം കാര്യങ്ങളും ഞാനും അനുഭവിക്കുന്നുണ്ട്. പോട്ടെ, അത് വിഷയമല്ല. എന്തായാലും ഞാനിപ്പോൾ ഈ ലാസ്റ്റ് ക്ലിപ്പ് പ്ലേ ചെയ്തതിൽ നിന്ന് റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാർ പറഞ്ഞിട്ടുള്ള കേസ് ലാസ്റ്റ് ക്ലിപ്പ് പ്ലേ ചെയ്തതിൽ പറഞ്ഞിട്ടുള്ള കാര്യം, അതായത് സോഷ്യൽ മീഡിയയിൽ മെയിനായിട്ട് നടക്കുന്ന ചില ആൾക്കാർ നടത്തുന്ന പരാമർശം എന്ന് പറഞ്ഞിട്ടുള്ളത് അഖിൽ മാരാറെയാണ്. ശരിയാണ്, അഖിൽ മാരാർ ലൈവിൽ മാത്രമേ അതിജീവിതയുടെ പേരെന്ന് പറഞ്ഞിട്ടുള്ളൂ. ആ ലൈവ് പിന്നീട് ഒഴിവാക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടായി. പക്ഷെ പിന്നീട് അഖിൽ മാരാർ പല സമയത്തുമായിട്ട്, പ്രത്യേകിച്ച് ആ കാറിൻ്റെ XUV 700 പോലത്തെ കാറിൻ്റെ പിൻസീറ്റിൽ എന്ത് നടക്കും, നിങ്ങളുടെ ഈ ജീവിത പങ്കാളി, സ്ത്രീയാണെങ്കിൽ പുരുഷനാണെങ്കിൽ സ്ത്രീ, ഭാര്യയാണെങ്കിൽ ഭർത്താവാണെങ്കിൽ ഭാര്യനെയും പുറകിൽ കൊണ്ടിരുന്നിട്ട് എന്ത് പീഡനം അതിൻ്റെ ഉള്ളിൽ നടത്താൻ പറ്റും, 2017 മൊബൈൽ ഫോണിൻ്റെ അതിൽ രാത്രി ക്യാമറയിൽ എന്ത് പതിയും എന്നൊക്കെ വളരെ മോശമായിട്ട് അതിജീവിതയെ പറഞ്ഞിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതൊന്നും നിർത്തിയിട്ടില്ല. പിന്നെ അതിൻ്റെ മേലിൽ ന്യായീകരണം നടത്തി. അതിനുശേഷം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഇന്നലെ കണ്ടിട്ടുള്ള ഒരു പോസ്റ്റാണ്. ഞാൻ സത്യം പറയും, ഇവനൊന്നും വീട്ടിലാരുമില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചിന്തിക്കട്ടോ. ഞാൻ ഇതിന് മുന്നേ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കില്ല നമ്മുടെ വീട്ടിലും ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ എന്ത് സിറ്റുവേഷനിലൂടെ ആയിരിക്കും
ആ ഒരു സ്ത്രീ കടന്നു പോയിട്ടുള്ളത്. ഇവൻ്റെയൊക്കെ വർത്തമാനം പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും നടന്നിട്ടുണ്ടല്ല, ഇത് കംപ്ലീറ്റ് ഫാബ്രിക്കേറ്റ് ചെയ്തുള്ള രീതിയിലാണ് ഇവൻ്റെ എഴുത്ത്. നോക്കിക്കോളൂ, കേരളത്തിലെ ആദ്യത്തെ പീഡനമൊന്നുമല്ല ഇത്. പീഡനം നടന്ന് 1 മാസം കഴിഞ്ഞപ്പോൾ ആ പീഡനത്തിൻ്റെ കണ്ടന്റ് ഒരു തേയില കമ്പനി പരസ്യമാക്കി ഈ നടിയോട് അഭിനയിക്കാൻ പറഞ്ഞപ്പോൾ ലക്ഷങ്ങൾ വാങ്ങി അവരിത് ചെയ്തു. വളരെ മോശമായിട്ട് ആ പീഡിപ്പിക്കപ്പെട്ടുള്ള ആ നടീനെ, അതായത് അതിജീവിതനെ അധിക്ഷേപിക്കുന്ന പോസ്റ്റാണിത്. കഴിഞ്ഞ 2 മാസം മുൻപ് അമേരിക്കൻ ഷോ കഴിഞ്ഞു വന്ന നടി എന്തോ അന്നു മുതൽ ജീവിതം തകർന്ന് തരിപ്പണമായി കഴിയുന്നു എന്നൊക്കെ പറഞ്ഞ് കരയുന്ന കുറേ എണ്ണം ആദ്യം പോയി സ്ത്രീകളുടെ യഥാർത്ഥ പോരാട്ടം തിരിച്ചറിയാൻ പഠിക്കുക എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടില്ല. പിന്നെ കേരളത്തിലെ സ്ത്രീ സമൂഹം എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ കേരളത്തിൽ എന്നാൽ കേവലം ദിലീപിനെ തകർക്കുക മാത്രമാണ് ലക്ഷ്യം. കോടികൾ സമ്പാദിച്ച അതിജീവിതയ്ക്ക് കേസ് നടത്താൻ പണമില്ലെന്ന് പ്രചരിപ്പിക്കുന്ന ഏത് വിധേയനും ഒരു പിരിവിനുള്ള വക തപ്പിയാണ്. നാട്ടുകാരുടെ പണം പിരിച്ച് പൂട്ടിക്കാൻ കേമിയായ കരിങ്കൽക്കാരിയാണല്ലോ കൂടെയുള്ളത്. ഈ കല്ലിങ്കൽക്കാരിയാണോ കൂടെ ഉള്ളത്. ഭാര്യയെ ഉപേക്ഷിച്ച് നടിയെ ഉപദ്രവിച്ച ക്രൂരനായ ദിലീപ് ഈ കഥ ആര് സൃഷ്ടിച്ചതാണെന്നും അതിൽ ആരൊക്കെ അഭിനയിച്ചെന്നും കൂടുതൽ വ്യക്തമാവണമെങ്കിൽ വ്യക്തമായ 2ാം പ്രതി മാർട്ടിൻ്റെ വെളിപ്പെടുത്തൽ കേട്ടാൽ മതി. അപ്പോൾ ഇവൻ മാർട്ടിൻ്റെ ഈ ഒരു വെളിപ്പെടുത്തലിന് സപ്പോർട്ട് ചെയ്യുന്നു. 8ാം കേസിലെ പ്രതിയായ പൾസർ സുനി പറയുന്ന കള്ളമൊഴികളെക്കാൾ വ്യക്തത ഉണ്ട് ഒരു പെറ്റി കേസിൽ പോലും പ്രതിയില്ലാത്ത ഡ്രൈവർ മാർട്ടിൻ വ്യക്തമാക്കുന്ന കാര്യങ്ങൾക്ക്. അപ്പോൾ അഖിൽ മാരാറ് വളരെ കൃത്യമായിട്ട് മാർട്ടിനെ പിന്താങ്ങാണ്. ഞാനോ വീഡിയോ ചെയ്തിരുന്നു, പക്ഷേ ഞാൻ ഒരു കാരണവശാലും അവനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. മാത്രം അവൻ പറഞ്ഞത് പച്ചക്കള്ള എന്നുള്ള അവൻ്റെ മുഖം കണ്ട ഏതൊരു പരിയൊക്കെ ചോറിടണമെന്ന് മനസ്സിലാവും. ഇത് എന്തിൻ്റെ കൂറാണ് അവൻ കാണിക്കുന്നതല്ല. 8 പ്രതിയായ പൾസർ സുനി പറയുന്ന കള്ളമൊഴിയേക്കാൾ വ്യക്തത കൊണ്ടൊരു പെറ്റി കേസിൽ വിധി പുറത്തു വന്ന് ജനം ചർച്ച ചെയ്യുമെന്ന് കണ്ടപ്പോൾ അതിജീവിതയും ടീമും വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റുമായി ഇറങ്ങിയത് പോലും വ്യക്തമായ പ്ലാനിംഗ് ആണ്. അതായത് വീണ്ടും പ്ലാനിങ്, അതായത് പണ്ടത്തെ പ്ലാനിങ് ആണ്. ഇത് കംപ്ലീറ്റ് കെട്ടിച്ചമച്ചതാണ്. പിന്നെ വിധി പുറത്ത് വന്നിട്ട് എല്ലാവരും ചർച്ച ചെയ്യും തീരുമാനിച്ച ശേഷം ഈ രീതിയിൽ ഫേസ്ബുക്ക് പോസ്റ്റും. എന്താണ് അത്രയും വൈകാരികമായിട്ട് മനസ്സിൽ നിന്ന് വന്നിട്ടുള്ള വിഷമങ്ങളാണ് അവർ എഴുതിയിട്ടുള്ളത്. ഇവരൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ, ഇവരൊക്കെ എന്താ മനസ്സിൻ്റെ ഉള്ളിൽ? പണവും പ്രശസ്തിയും സോഷ്യൽ മീഡിയയിൽ ഇതും കോൺട്രവേഴ്സിയും മാത്രം മതിയോ? ഒരു മനുഷ്യനാവാൻ നോക്കണ്ടേ? കുറച്ചെങ്കിലും മനുഷ്യത്വം എന്ന് പറഞ്ഞൊരു സാധനം ഞാൻ ഇവരങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ. ഈ ചങ്ങായിനൊക്കെ എത്ര പേനൊക്കെ വേണ്ടിയിട്ട് ഞാൻ കാര്യം പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യും, അത് ഏത് നിമിഷത്തിനും. പക്ഷെ ഇത് എന്തായാലും ബാക്കിയുള്ള ഒരു 1-2 വീഡിയോ ക്ലിപ്പും കൂടി പ്ലേ ചെയ്യാണ്ട്, അതായത് ഈ ഒരു വിധി വന്നതിന് ശേഷം യഥാർത്ഥ പ്രശ്നം എന്തായിരുന്നു, എന്താണ് അതിജീവിത കോടതിയിൽ കൊടുത്തിട്ടുള്ള മൊഴി എന്നറിയാൻ ഡെഫിനറ്റ്ലി എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും. അതാണ് ഞാനിനി പ്ലേ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ കണ്ടോന്നറിയില്ല, ഇന്ന് വളരെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. പിന്നെ എന്തായിരുന്നു ദിലീപും മഞ്ജു വാര്യരും തമ്മിലുള്ള വിഷയം എന്നുള്ളതും, അവർ തമ്മിൽ എന്താണ് പ്രോബ്ലം ഉണ്ടായത്, എന്ത് കാരണം കൊണ്ടാണ് പ്രോബ്ലം ഉണ്ടായത്, അതിൽ ഏത് സിറ്റുവേഷനിലാണ് ഈ പറഞ്ഞിട്ടുള്ള അതിജീവിതയുടെ പേരതിൽ വരാൻ കാരണം, ആ പക തോന്നാനുള്ള കാരണം, ആരൊക്കെ അന്ന് ഇതിൻ്റെ കൂട്ടു നിന്നിരുന്നു, ആരൊക്കെ അതിജീവിതം മാത്രമല്ല ആരൊക്കെ ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, റിമി ടോമി പോലുള്ള ആൾക്കാർ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, അവരെന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് കൂറുമാറി, ഇതിൽ കാവ്യമാധവൻ്റെ അമ്മയുടെ റോൾ എന്താ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പ്ലേ ചെയ്യാം. വീഡിയോയിൽ കിടക്കാം. പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് പലരും. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്താൽ വലിയ ഉപകാരവും. ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കാം. നമുക്കൊക്കെ അറിയാം, ഇവിടെ 2017 ജൂൺ 3-നാണ് അതിജീവിതയുടെ മൊഴി കോടതി രേഖപ്പെടുത്തുന്നത്. അവിടെ തന്നെ സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, അന്ന് അവർ വളരെ ഈ സംഭവത്തിന് ശേഷം അവർ ഏറെ ക്ഷീണിതയായിരുന്നു. മാനസികമായും ശാരീരികമായും അവർ ഏറെ അസ്വസ്ഥയായിരുന്നു. നമ്മുടെ വീട്ടിലാർക്കെങ്കിലും ഞാൻ പറയും, എപ്പോഴും ഞാൻ എടുത്തെടുത്ത് പല വീഡിയോസിലും പറയാൻ കാരണം അറിയോ, ഇതിനൊക്കെ അനുകൂലിച്ച് എന്തിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിലും, ഇതിനൊക്കെ ഇനി ഒന്നും അറിയാത്തവരാണെന്നുണ്ടെങ്കിലും, സിനിമ ഇതിലുള്ള ക്യാരക്ടേഴ്സിനെ ആരാധിച്ചിട്ടാണെന്നുണ്ടെങ്കിലും, എന്തിൻ്റെ പേരിലാണെങ്കിലും ഇതിനൊക്കെ അനുകൂലിക്കുന്ന ആൾക്കാർ ഒരു നിമിഷം ചിന്തിക്കേണ്ടത്, നമ്മുടെ ആർക്കെങ്കിലാണ് ഇത് വന്നതെങ്കിൽ മെന്റൽ കണ്ടീഷനൊക്കെ വളരെ മോശമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ വളരെ സമയമെടുത്ത് അവരുടെ ഇത്തരത്തിലുള്ള വൈകാരിക തലങ്ങളൊക്കെ പരിഗണിച്ച് തന്നെയാണ് കോടതി മൊഴി രേഖപ്പെടുത്തുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ സംഭവം നടന്നതിന് ശേഷം 2 മാസത്തോളം താൻ സ്കോട്ട്ലൻഡിലായിരുന്നു എന്ന് അതിജീവിത മൊഴി നൽകിയിട്ടുണ്ട്. കാരണം തൻ്റെ ഒരു മാനസികതയിലേക്ക് ഒന്ന് മാറ്റാനും മെന്റലി ഒന്ന് പ്രിപ്പയർഡ് ആവാനും ഒക്കെ ആയിട്ട് അവർ സ്കോട്ട്ലൻഡ് എന്ന രാജ്യത്ത് 2 മാസത്തോളം താമസിക്കുന്ന ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ടായി. ഇവിടെ പ്രധാനമായും നമ്മൾ കാണേണ്ടത്, മൊഴി പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ അതിജീവിത പറഞ്ഞു വെച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, തനിക്ക് ആകെയുള്ള ഒരു ശത്രു നടൻ ദിലീപാണ്, തന്നെ ശത്രുവായി കാണുന്ന ആളും നടൻ ദിലീപാണ് എന്നുള്ളതാണ്. കാരണം സിനിമാ ഇൻഡസ്ട്രിയിലോ മറ്റ് വ്യക്തിപരമായോ മറ്റേതെങ്കിലും സ്ഥലത്തോ തനിക്ക് ശത്രുക്കൾ ഇല്ലാത്ത ഒരാളാണ്. ഏക ശത്രു ദിലീപാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ സംഭവം നടന്നപ്പോൾ, തന്നെ ആക്രമിച്ച ഈ സംഭവം നടന്നപ്പോൾ തന്നെ ഇതിന് പിന്നിൽ ദിലീപായിരുന്നു എന്നതിന് വ്യക്തമായ അറിവ് തനിക്കുണ്ടായിരുന്നു. അത്തരം ചില പരാമർശങ്ങൾ ഈ ആക്രമിച്ചവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ തന്നെ തനിക്ക് ഇക്കാര്യത്തിൽ ഒരു ബോധ്യമുണ്ടായിരുന്നു എന്ന് അതിജീവിത
ജീവിത പറയുന്നുണ്ട്. ഇക്കാര്യം പിന്നീട് സഹോദരനോട് പങ്കുവെക്കുകയും മറ്റും ചെയ്തു. അതായത് ഇതിന്റെ പ്രധാന കാരണമായി തനിക്ക് മനസ്സിലായത് അന്ന് തന്നെ മഞ്ജു വാര്യരും ദിലീപുമായുള്ള വിവാഹബന്ധം തകർന്നതിന് പിന്നിൽ താനാണ് എന്നുള്ള ദിലീപിന്റെ തെറ്റിദ്ധാരണയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിശ്വാസമാണ് എന്ന കാര്യത്തിലും. ഫസ്റ്റ് ഓഫ് ഓൾ അടിസ്ഥാനപരമായിട്ടൊരു സംഗതി ഇതിലുണ്ട്, അവിഹിതം എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. ഒരിക്കലും ഒരു സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും, സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരാണെന്നുണ്ടെങ്കിലും തൻ്റെ ജീവിത പങ്കാളിക്ക് എന്തൊരു ദുശ്ശീലം ഈ ലോകത്തുണ്ടെങ്കിലും സഹിക്കും, എക്സെപ്റ്റ് ഈ ഒരു ഒറ്റ കാര്യം. ഇതൊരു സ്ത്രീയും സഹിക്കില്ല. അമിത മദ്യപാനാണെന്നുണ്ടെങ്കിലും കഞ്ചാവാണെങ്കിലും എന്ത് ഡ്രഗ്സും എന്തും ഒരു സ്ത്രീ സഹിക്കും. പക്ഷേ ഒരു കാരണവശാലും ഒരു സ്ത്രീ പൊറുക്കാത്തതാണ് നമ്മുടെ ജീവിത പങ്കാളി മനസ്സുകൊണ്ടെങ്കിലും, ശരീരമൊക്കെ പോട്ടെ, വേറൊരു വ്യക്തിനെ വിചാരിക്കുക എന്നുള്ളത് ഒരിക്കലും ആരും ആക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ ആ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള സംഭവം ഉണ്ട് എന്നുള്ളത് ഇവിടെ മനസ്സിലാക്കിയ കാര്യമാണ്. ഇത് അനുകൂലിക്കുന്ന ആൾക്കാർ ആ ഒരു രീതിയിൽ ചിന്താഗതി ഉള്ളവരായിരിക്കും ഡെഫിനറ്റ്ലി. വളരെ കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു എന്ന് കോടതിയിൽ നടി മൊഴിയായി പറഞ്ഞു. പക്ഷേ ഈ സിനിമയിൽ വന്ന കാലം മുതൽ തന്നെ തനിക്ക് ദിലീപും കാവ്യയുമായുള്ള ബന്ധം അറിയാം. ഇത് സിനിമാ രംഗത്ത് പാട്ടാണ് ഈ ബന്ധം. സിനിമയിൽ ഈ ബന്ധം അറിയാത്തവരായി ആരുമില്ല. പണ്ട് മുതലേ ഇത് ഗോസിപ്സ് ആയിട്ട് ഒരുപാട് സ്ഥലത്ത് വന്നിരുന്നു. അതിജീവിത വളരെ കൃത്യമായി തന്നെ കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അവിടെ സിനിമയിൽ താൻ വന്ന സമയം മുതൽ തന്നെ തന്നെ 7-8 സിനിമകൾ ഈ നടനൊപ്പം അഭിനയിച്ചിട്ടുണ്ട്, ദിലീപിനൊപ്പം അഭിനയിച്ചിട്ടുണ്ട്. ദിലീപുമായി വളരെ അടുത്ത ബന്ധമുള്ള, വ്യക്തിപരമായി വളരെ അടുത്ത ബന്ധമുള്ള ആളുകളിൽ ഒരാളായിരുന്നു താൻ. ആ ബന്ധത്തിന്റെ പുറത്ത് 8ഓളം സിനിമകളിൽ ദിലീപിന്റെ നായികയായി. ആ സിനിമകളിൽ പലതും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റുകളുമായിരുന്നു. അത്തരം സിനിമകളുടെയൊക്കെ ഭാഗമാകാൻ തനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ആ സമയം മുതൽ തന്നെ, തുടക്കം മുതൽ തന്നെ കാവ്യ മാധവനും ദിലീപുമായുള്ള ബന്ധം തനിക്കറിയാം. തനിക്ക് മാത്രമല്ല സിനിമാ രംഗത്തെ എല്ലാവർക്കും അറിയാം എന്ന് ഇത് മൊഴിയാണ് കേട്ടോ, അത് മനസ്സിലായി വിചാരിക്കുന്നു. കോടതിയെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതായത് അതിനുശേഷം 2010 ശേഷം നിരവധിയായ സ്റ്റേജ് ഷോകൾ ദിലീപുമൊത്ത് താൻ നടത്തിയിരുന്നു. അത് അമേരിക്കൻ ഷോ ഉണ്ടായിരുന്നു, മറ്റു രാജ്യങ്ങളിൽ ഗൾഫ് ഷോകൾ ഉണ്ടായിരുന്നു. അങ്ങനെ പല രാജ്യങ്ങളിലായി നിരവധിയായ ഷോകൾ തന്നെ കൂടെ ദിലീപ് വിളിച്ചിരുന്നു. കാരണം ഇനി പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ നിർണായകമാണ്. അടുപ്പം നിലനിന്നുകൊണ്ട് തന്നെയാണ് അത്തരം ഷോകളുടെ ഭാഗമാകാൻ ദിലീപ് തയ്യാറായിരുന്നത്. താൻ മാത്രമല്ല, ദിലീപിനൊപ്പം അന്ന് നായികമാരായി അഭിനയിച്ചിരുന്ന നടിമാരുണ്ട്. ഏതാണ്ട് 5ഓളം ആളുകൾ, താനല്ലാതെ മൊത്തം 6 പേരാണ്, 5ഓളം ആളുകൾ കൂടിയുണ്ട്. ഇവരൊക്കെ ചേർന്നുള്ള സ്റ്റേജ് ഷോകൾ ഇത്തരം രാജ്യങ്ങളിലൊക്കെ വലിയ ഹിറ്റുകളായിരുന്നു. അതിന്റെ ഭാഗമാകാൻ താനും എത്തിയിരുന്നു എന്നുള്ളതാണ്. അവിടെ ഈ 2011-10 അമേരിക്കൻ സ്റ്റേജ് ഷോ ആണ് ഇതിലേറ്റവും ട്വിസ്റ്റായി, വളരെ പ്രധാനപ്പെട്ട ഒന്നായി ഈ നടി കോടതിയെ അറിയിച്ചു. അവിടെ നാദിർഷ, ദിലീപ്, കാവ്യ, ഭാമ, ഒപ്പം കാവ്യയുടെ അമ്മ എന്നിവർ ഈ സ്റ്റേജ് ഷോയുടെ ഭാഗമായി 30 ദിവസത്തോളം അമേരിക്കയിൽ ഉണ്ടായിരുന്നു. ഒപ്പം റിമി ടോമിയും ഈ സ്റ്റേജ് ഷോയുടെ ഭാഗമായിരുന്നു. കാവ്യ മാധവനും റിമി ടോമിയും സ്ഥിരമായി തന്റെ മുറിയിലെത്തുകയും താനുമായി വളരെ അടുത്ത സൗഹൃദം പുലർത്തുകയും ചെയ്ത 2 പേരാണ്. അവർ സ്ഥിരമായി തന്റെ മുറിയിലെത്തുമായിരുന്നു. ഒരു ദിവസം ഈ 2 പേര് കൂടി, അതായത് ദിലീപും കാവ്യ മാധവനും കൂടി മുറിയിലേക്ക് വന്നപ്പോൾ തങ്ങൾ 2 പേരും ഈ മുറി വിട്ടുപോയി. സാധാരണ അങ്ങനെ ഒരു പതിവുണ്ട് എന്നാണ് പറയുന്നത്. കാരണം ഇവരുടെ അടുപ്പം അറിയാവുന്നതുകൊണ്ട് ഇവർ 2 പേരും മുറിയിലേക്ക് വന്നാൽ തങ്ങൾ മുറി വിട്ടുപോയി എന്നുള്ളത് ഇവർ പറയുന്നുണ്ട്. ഒരു ദിവസം കണ്ട കാഴ്ച, ബാത്റൂമിൽ കയറി അവിഹിതം നടത്താം, പക്ഷെ മുണ്ടാൻ പാടില്ല. പേരും ഈ മുറി വിട്ടുപോയി എന്നുള്ളത് ഇവർ പറയുന്നുണ്ട്. ഒരു ദിവസം കണ്ട കാഴ്ച, ബാത്റൂമിൽ കയറി 2 പേരും, ഈ മുറിയുടെ ബാത്റൂമിൽ കയറി 2 പേരും വാതിലടയ്ക്കുന്ന കാഴ്ചയും കണ്ടു എന്നും ഈ നടി മൊഴിയായി നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. പിന്നീട് ഇവർ ഷോ എല്ലാം കഴിഞ്ഞ് നാട്ടിലെത്തുന്നു. തുടർന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മഞ്ജു വാര്യർ തന്നോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയുന്നത്. മഞ്ജു വാര്യർ ചോദിച്ചറിയുന്ന കാര്യങ്ങൾ വെച്ചാൽ, മഞ്ജു വാര്യർ ദിലീപ് ഇല്ലാത്ത സമയത്ത് ദിലീപിൻ്റെ പഴയ ഒരു ഫോണിൽ കാവ്യമാധവൻ്റെ കുറച്ച് മെസ്സേജസ് കണ്ടു. അതായത് ഒരിക്കലും ഒരു ഭാര്യ കാണാൻ പാടില്ലാത്ത രീതിയിലുള്ള ഒരു മെസ്സേജസ് ഭർത്താവിൻ്റെ ഫോണിൽ വേറൊരു സ്ത്രീ അയച്ചത് കണ്ടു. അതിൻ്റെ കാര്യം ദിലീപിനോട് ചോദിച്ച സമയത്ത് ദിലീപ് ഉരുണ്ട് കളിച്ചു. കാവ്യമാധവനോട് അന്ന് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. ആ ഓപ്ഷൻ ഉണ്ടായിട്ട് വിളിച്ച സമയത്ത് കാവ്യമാധവൻ ഫോൺ എടുത്തില്ല. പിന്നീട് ദിലീപ് വീട്ടിൽ വന്ന സമയത്ത് കാവ്യമാധവൻ എന്തോ കുട്ടിക്കളിയാണെന്നോ അതെങ്ങനെയൊക്കെ ചെയ്യുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ഈ മെസ്സേജസ് റിലേറ്റഡ് ആയിട്ട് അന്ന് ഈ സംയുക്ത വർമ്മയും ഗീതു മോഹൻദാസും ഇവരുൾപ്പെടെ അന്ന് അതിജീവിതയുടെ വീട്ടിലേക്ക് പോയി. ഇതൊന്നും പോരാത്തതിന് അന്ന് കാവ്യമാധവൻ്റെ അമ്മേനെ മഞ്ജു വാര്യർ വിളിച്ച് ചോദിച്ച സമയത്ത് അവരും സമ്മതിച്ചു ഇങ്ങനെ സംഭവം ഉണ്ട് എന്നുള്ള കാര്യം. ഗീതു മോഹൻദാസും
മഞ്ജു വാര്യരും ഒപ്പം സംയുക്ത വർമ്മയും, ഇവരൊക്കെ നമുക്കറിയാം ഈ കേസുമായി ബന്ധപ്പെട്ട പ്രോസിക്യൂഷന്റെ സാക്ഷികളാണ്. സംയുക്ത വർമ്മയുമാണ് തന്റെ വീട്ടിലേക്ക് വരികയും മഞ്ജു വാര്യർ കാവ്യ മാധവൻ അയച്ച മെസ്സേജ്, ദിലീപിന്റെ പഴയ ഫോണിൽ നിന്ന് കാവ്യ മാധവൻ അയച്ച മെസ്സേജ് തന്നെ കാണിക്കുകയും ചെയ്തത്. തുടർന്ന് ആദ്യഘട്ടത്തിലൊക്കെ താൻ കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായില്ല, അല്പം ഒന്ന് ഒഴിഞ്ഞു മാറി, അല്ലെങ്കിൽ ഒരു വൈകാരികമായ രീതിയിലൊക്കെ തനിക്കിത് കേട്ടപ്പോൾ എല്ലാം ആണെങ്കിൽ പോലും ഈ വിഷയത്തിൽ തന്റെ കാര്യം എന്തിനാണ് ബോധ്യപ്പെടുത്തുന്നത് ചിന്തയൊക്കെ ആദ്യഘട്ടത്തിൽ വന്നു. പക്ഷേ തന്റെ പിതാവ്, തന്റെ അച്ഛൻ നിർബന്ധിച്ച പ്രകാരമാണ് ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി മഞ്ജുവിനോട് പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. ഈ മെസ്സേജ് കൂടി കാണിക്കുകയും മറ്റു ചില കാര്യം നിങ്ങളൊന്ന് പറയും, നിങ്ങളുടെയൊക്കെ കോമൺ ആയിട്ടുള്ള ഒരു സുഹൃത്തിൻ്റെ ഭർത്താവ്, നിങ്ങളുടെയൊക്കെ തന്നെ കോമൺ ആയിട്ടുള്ള ഒരു സ്ത്രീയോട് ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അറ്റ് സം പോയിന്റ് ഓഫ് എത്രത്തോളം ആ ഒരു മനസാക്ഷി കുത്ത് ആ ഒരു സംഭവം നിങ്ങളെ വേട്ടയാടില്ലേ? നിങ്ങളാണെങ്കിലും പറയില്ലേ? ഇവരുടെ ബന്ധവുമായി സംബന്ധിച്ച മറ്റു ചില കാര്യങ്ങൾ കൂടി പറയുകയും ചെയ്തപ്പോഴേക്കും തനിക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ലാതായി. അപ്പോൾ കാര്യങ്ങൾ മുഴുവൻ മഞ്ജു വാര്യരോട് തുറന്നു പറയേണ്ടി വന്നു എന്നാണ് നടി പറയുന്നത്. പിന്നീട് 2012 ഒരു യൂറോപ്യൻ ട്രിപ്പ് വന്നു. അതും ദിലീപ് ഷോ എന്ന പേരിലുള്ള ദിലീപും നടിമാരും ചേർന്നുള്ള മറ്റ് അടക്കമുള്ള മറ്റ് കലാകാരന്മാരും ഒക്കെ ഉണ്ട്, ഒത്തിരി കലാകാരന്മാരും ഒക്കെ ഉണ്ട്. അവരെ ഈ സംഭവങ്ങൾ കംപ്ലീറ്റ് ദിലീപിന്റെ ചെവിയിൽ എത്തിയിട്ടോ പങ്കെടുക്കുന്ന ഒരു സ്റ്റേജ് ഷോ യൂറോപ്യൻ ട്രിപ്പ് വന്നു. പക്ഷെ അതിൽ പങ്കെടുക്കാൻ തനിക്ക് താല്പര്യമില്ലായിരുന്നു. അതിന് പ്രധാന കാരണം ഈ വിഷയത്തിൽ താൻ മഞ്ജുമാരോട് തുറന്നു പറഞ്ഞ പല കാര്യങ്ങളും ദിലീപ് അറിഞ്ഞിരിക്കാം എന്ന ശങ്ക കൊണ്ട് ആ ട്രിപ്പിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല. പേടിച്ചിട്ടാ പോയി, കാരണം അതിനുള്ള കാര്യങ്ങൾ വഴിയെ വരുന്നുണ്ട്. പക്ഷേ നേരത്തെ കമ്മിറ്റ് ചെയ്തതിനാൽ, അതായത് കോൺട്രാക്ട് ഒക്കെ വെച്ച് അഡ്വാൻസ് വാങ്ങിയ ഒരു ഷോ ആയതിനാൽ പങ്കെടുക്കാൻ നിർവാഹമില്ലാതായി. അതുകൊണ്ട് തന്നെ ആ ഷോയിൽ പങ്കെടുക്കേണ്ടി വന്നു. ബസ്സിൽ പോകുമ്പോൾ അവിടെ ഷോയുമായി ബന്ധപ്പെട്ട പല യാത്രകൾ ഉണ്ടാകുമല്ലോ. അതിൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ദിലീപ് തന്റെ അടുത്ത് വന്നിട്ട് മഞ്ജു വാര്യരോട് ഞാനും കാവ്യയുമായുള്ള ബന്ധം നിങ്ങൾ തുറന്നു പറഞ്ഞോ, മഞ്ജുവിനോട് പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. അതിൽ പെട്ടെന്നൊന്ന് ഈ ചോദ്യം കേട്ടപ്പോൾ പെട്ടെന്നൊന്ന് സ്റ്റക്കായി എങ്കിൽ പോലും പെട്ടെന്ന് സമ്മതിച്ചത് വീണ്ടെടുത്ത് അവിടെ വളരെ ഇതായിട്ട് തന്നെ അവർ പറയുകയാണ്. അതായത് ഞാൻ പറയേണ്ടി വന്നു. അതിനുള്ള കാരണമായി പറഞ്ഞത് മഞ്ജുവും സംയുക്തയും അടക്കമുള്ളവർ തന്റെ വീട്ടിൽ വന്നു. അവിടെ എത്തിയപ്പോൾ തെളിവുകൾ അടക്കം കാണിച്ചപ്പോൾ എനിക്ക് മറ്റു കാര്യങ്ങൾ പറയാതിരിക്കാൻ നിർവാഹമില്ലാതായി എന്നുള്ള മറുപടിയാണ് കൊടുത്തത്. അവിടെ കാവ്യയുടെ അമ്മയും ഇതുമായി ബന്ധപ്പെട്ട ആ ബസ്സിൽ ഉണ്ടായിരുന്നു. കാവ്യയുടെ അമ്മയോടും ഈ ചോദ്യം ചോദിച്ചു. കാവ്യയുടെ അമ്മയും പറഞ്ഞു, അതായത് കാവ്യയുടെ അമ്മയോടും മഞ്ജു സംസാരിച്ചിരുന്നല്ലോ, നമ്മൾ ഇന്നലെ കൃത്യമായി പറഞ്ഞിരുന്നതാണ്. കാവ്യയുടെ അമ്മയും പറഞ്ഞു തനിക്കും ഇത് പറയേണ്ടി വന്നു എന്നുള്ളത്. അപ്പോ ദിലീപ് ഇത്തരം കാര്യങ്ങൾ വീണ്ടും പല ഘട്ടങ്ങളിലും ആവർത്തിച്ച് ചോദിക്കുകയുണ്ടായി. അതിനുശേഷം പറഞ്ഞത് മഞ്ജുവിനോട് പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് മാറ്റി പറയണം, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഒന്ന് രണ്ട് സിനിമ. ഇതിനവർ തയ്യാറായില്ല. അതായത് തിരിച്ച് മഞ്ജുവിനോട് പറഞ്ഞു, അതായത് ആ ബന്ധം അപ്പോഴും സംരക്ഷിച്ച് കൊണ്ടുപോകണം, ഒപ്പം വേറെ മറ്റേ ബന്ധവും വേണം, രണ്ടും കൂടി കൊണ്ടുപോകണം എന്നുള്ള കണ്ടീഷനിലാണ് അതിന് കഴിഞ്ഞ. എന്തായാലും ഇത് തിരുത്തി പറയാൻ തയ്യാറായില്ല എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് ചെയ്യാം. സിനിമകൾ ചെയ്താൽ നമ്മൾ തമ്മിൽ സുഹൃത്തുക്കളാണെന്നും നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല എന്നും മഞ്ജുവിന് ബോധ്യപ്പെടും. അതുകൊണ്ട് ഒന്ന് രണ്ട് സിനിമകളിലൊക്കെ നിനക്ക് അവസരം തരാം, അതുകൊണ്ട് മഞ്ജുവിനോട് ഇത്തരം കാര്യങ്ങൾ മാറ്റി പറയണം എന്നും ദിലീപ് പറഞ്ഞു എന്ന് ഈ മൊഴിയുടെ ഭാഗമായി ഉണ്ട്. എന്നിട്ട് പിന്നീട് 2013 ഈ സംഭവം നടക്കുന്നത് 2012 2013 അമ്മയുടെ റിഹേഴ്സൽ ക്യാമ്പ് അത് അബാദ് പ്ലാസയിൽ, കൊച്ചിയിൽ അബാദ് പ്ലാസയിൽ വെച്ച് നടക്കുകയാണ്. അവിടെ പല നടന്മാർ, സിദ്ദിഖ് അടക്കമുള്ള ഇതൊന്നും തെളിയിക്കാൻ പറ്റിയിട്ടില്ല. ആബാദ് പ്ലാസയുടെ കാര്യമൊന്നും പ്രോസിക്യൂഷന് തെളിയിക്കാൻ പറ്റില്ല. ഫസ്റ്റ് ഓഫ് ഓൾ മറ്റവരൊക്കെ വളരെ കാശ് കൊടുത്ത് നല്ല രീതിയിലുള്ള വക്കീലിനെ വെക്കുന്ന സമയത്ത് ഇങ്ങേ ഭാഗത്ത് വാദിക്കുമ്പോഴും വളരെ സ്ട്രോങ് ആയിട്ട് പ്രഗത്ഭരായിട്ടുള്ള, അതായത് എപ്പോഴും ഏതൊരു കേസിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ക്രിമിനൽസിന് വേണ്ടി വാദിക്കാൻ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള അവർ എത്ര കാശ് എറിയാനും തയ്യാറാവും. അപ്പോൾ കോടതിയെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം കോടതിക്ക് തെളിവുകളാണ്. അതിപ്പോൾ കുറേ ആൾക്കാർ കുറേ ജഡ്ജിനെ പറയുന്നുണ്ട്, കോടതിനെ പറഞ്ഞിട്ട്. കോടതിക്ക് തെളിവുകളാണ്. തെളിവുകളില്ല എന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ആ ഒരു ജഡ്ജ്മെൻറ്റ് വായിച്ചാൽ തന്നെ വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്ന കേസേ ഉള്ളൂ. കോടതിക്ക് തെളിവുകളാണ്. അവിടെ മര്യാദയ്ക്ക് തെളിവുകൾ സപ്ലൈ ചെയ്യാൻ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്ത് വിധിയാവും പിന്നെ അവിടുന്ന് വരിക? ഭാമ എന്ന നടി, സിദ്ദിഖ് അടക്കമുള്ള നടന്മാർ വന്നിട്ട് തന്നോട് ഇത്തരം കാര്യങ്ങൾ ചോദിച്ചു. ദിലീപും എന്റെ വിഷയത്തിൽ ഇടപെട്ടല്ലോ, അത് ഒരു വലിയ പ്രശ്നമായിട്ടുണ്ട്, ദിലീപ് വലിയ അസംതൃപ്തനാണ്, ആ പ്രശ്നം എങ്ങനെയെങ്കിലും പരിഹരിക്കണം എന്ന് സിദ്ദിഖ് തന്നോട് പറഞ്ഞു എന്ന് ഈ നടി പറയുന്നുണ്ട്. ഭാമയും പിന്നീട് ഇക്കാര്യം ചോദിക്കുകയും ആ കുടുംബത്തിലുണ്ടായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുകയും മറ്റും ചെയ്തു. ദിലീപിനെ ആളുകൾ ഭയപ്പെട്ടിരുന്നു എന്ന് തനിക്ക് ഇത്തരം കാര്യങ്ങൾ തുടർച്ചയായി ഇത്തരം ചോദ്യങ്ങൾ വന്നപ്പോൾ തനിക്ക് മനസ്സിലായി എന്നാണ് നടി മൊഴിയായി നൽകിയത്. തുടർന്ന്
ഒരു പ്രശ്നമുണ്ടായത് ഈ അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയ അതിനുശേഷം പല സിനിമകളിലും തന്നെ ഒഴിവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് നടി മൊഴി പറയുന്നുണ്ട്. അതായത് ഈ സംഭവത്തിൽ താൻ ഉറച്ചു നിൽക്കുകയും മഞ്ജുവിനോട് മറ്റൊന്നും സംസാരിക്കാൻ പോകാതിരിക്കുകയും മഞ്ജുവിനോട് ഈ കാര്യങ്ങൾ തിരുത്തി പറയാതിരിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ തനിക്ക് ഒരുപാട് സിനിമകൾ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ ശ്യാമപ്രസാദിന്റെ ഒരു സിനിമ അതുമായി ബന്ധപ്പെട്ട് കരാർ ഒപ്പിട്ടിരുന്നു. അതിന്റെ പ്രൊഡ്യൂസർ വിളിച്ച് പറയുകയാണ് തനിക്ക് ഇൻഡസ്ട്രിയിൽ ഒരുപാട് ശത്രുക്കളുണ്ട്, അതുകൊണ്ട് ഈ സിനിമയുമായി മുന്നോട്ട് പോകുന്ന കാര്യം പ്രയാസമാണ്. ഈ ശത്രുതയൊക്കെ ഒന്ന് പരിഹരിച്ച് പോയാൽ ഒരുപക്ഷെ ദിലീപുമായുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തീർത്താൽ തന്റെ കരിയറിന് അത് ഗുണം ചെയ്യും എന്ന് പറയുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാവുകയാണ്. അതിനുശേഷമാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ ഇടവേള ബാബുവിനെ ബന്ധപ്പെടുകയും തനിക്ക് ഇത്തരം പ്രശ്നങ്ങളുണ്ട് എന്നും തന്റെ സിനിമയിലെ ഭാവി വല്ലാത്ത രീതിയിൽ അപകടത്തിലാണ് എന്നും തന്നെ സഹായിക്കണമെന്നും ആവശ്യപ്പെട്ടു. ആ വിഷയത്തിൽ ഇടപെടാം എന്ന് ഇടവേള ബാബു പറയുകയും ചെയ്തു. ഒപ്പം ആ 2014-15 ഡക്കാൻ ക്രോണിക്കിൾ പത്രത്തിൽ നൽകിയ ഒരു അഭിമുഖവും ഈ പറഞ്ഞ നടി കോടതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിൽ കൃത്യമായി പറയുന്നുണ്ട് തനിക്ക് ഇൻഡസ്ട്രിയിൽ അവസരം നഷ്ടപ്പെടുന്നതിന് പിന്നിൽ ഒരു സൂപ്പർ താരമാണ് മലയാളത്തിലെ. ആ സൂപ്പർ താരത്തിന്റെ പേര് അത് ദിലീപാണ് എന്ന് ഈ മൊഴിയുടെ ഭാഗമായി നടി കോടതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇതിനെ ക്രോസ് ചെയ്ത സമയത്ത് അഡ്വക്കേറ്റ് രാമൻപിള്ള ഒരു കാര്യം ചോദിച്ചു, നിങ്ങൾ ഇതാണെന്ന് നിങ്ങളൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞെങ്കിലും അതിലിടയ്ക്ക് മറ്റുള്ള കാലയളവുകൾ നടന്നിട്ടുള്ള ഇൻ്റർവ്യൂസിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് കഥാപാത്രങ്ങൾ കിട്ടുന്നില്ല എന്നതിന് ഈ കാരണമല്ല പറഞ്ഞിട്ടുള്ളത്, അതിന് പകരം പറഞ്ഞിട്ടുള്ളത് ഞാൻ ചൂസ് ചെയ്തിട്ടേ അഭിനയിക്കുന്നുള്ളൂ. അതെന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളൊരു കാര്യം കൂടി ചോദിച്ചിട്ടാണ് ഇതിനെ ക്രോസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ക്ലിപ്പുകൾ ഉണ്ട് കേട്ടോ. അതിന്റെ ഒരു മൊഴിയുടെ ഒരു ക്രോണോളജി അഭിലാഷ്, ഇത്തരത്തിൽ വളരെ വ്യക്തമായി ദിലീപ് തന്നോടുള്ള ശത്രുത അത് തെളിയിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നടി കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. അതിൽ പല സംഭവങ്ങളും ഡേറ്റ് ഇട്ട് വളരെ കൃത്യമായി തന്നെ ഈ പര്യടനങ്ങൾ അടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് നടി കോടതി ഇത് മൊഴിയായി നൽകിയത്. അത് ഉരുത്തിരിക്കുന്നത് ദിലീപ്. ഇനി അടുത്തൊരു കാര്യം കേട്ടോ, അത് ഉരുത്തിരിക്കുന്നത് ദിലീപിന്റെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് രാമൻ പിള്ളയുടെ ക്രോസിലാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ക്രോസിന്റെ കാര്യങ്ങൾ കേട്ടോ. കാരണം ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും എന്തുകൊണ്ട് ഇതൊക്കെ നമ്മൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് തോന്നും ഭയങ്കര വളരെ ക്ലിയർ ആയിട്ടുള്ള എവിഡൻസ് ഉണ്ട്, പക്ഷെ ഇത് എന്തുകൊണ്ട് പൊളിഞ്ഞു എന്നുള്ളത് കേട്ടോ. ക്രോസിലാണ് നമുക്കറിയാം, മൊഴി നൽകി കഴിഞ്ഞാൽ ഈ മൊഴി നൽകിയ ആളെ ക്രോസ് ചെയ്യുക എന്നുള്ള അവകാശം പ്രതിഭാഗം അഭിഭാഷകനുണ്ട്. അങ്ങനെ ക്രോസ് ചെയ്തപ്പോൾ ഈ പറഞ്ഞ വാദങ്ങൾ വളരെ കൃത്യമായി ഖണ്ഡിക്കാൻ ഈ അഭിഭാഷകന് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യത്തോടു കൂടിയാണ് അഭിഭാഷകൻ തന്റെ ക്രോസ് തുടങ്ങിയത്. നേരിട്ടുള്ള ചോദ്യമായിരുന്നു അത്. ഈ നേരിട്ട് ഈ പൾസർ സുനിയും ദിലീപുമായുള്ള ബന്ധം അറിയാമായിരുന്നോ, അതായത് ഈ സംഭവ വികാസങ്ങളൊക്കെ നേരിട്ടറിയാമായിരുന്നു എന്ന ചോദ്യത്തിന് ഈ പെൺകുട്ടി അതിജീവിത മൊഴിയായി മറുപടി നൽകിയത് മനോരമ ഓൺലൈനിന്റെ അഭിമുഖവുമായി ബന്ധപ്പെട്ടാണ് പൾസർ സുനി ജയിലിൽ നിന്ന് ദിലീപിന് അയച്ച കത്തുമായി ബന്ധപ്പെട്ട വിവരം തനിക്ക് ലഭ്യമായത് എന്നാണ് പറഞ്ഞത്. അതായത് കാരണം തനിക്ക് നേരിട്ടുള്ള അറിവല്ല, അതൊരു ഓൺലൈനിന് നൽകിയ അഭിമുഖം കേട്ടപ്പോൾ താൻ മനസ്സിലായതാണ്. പക്ഷെ നമുക്കറിയാം ആ കത്തിന്റെയൊക്കെ സാങ്കത്യം പിന്നീട് വലിയ തോതിൽ ചോദ്യം ചെയ്യപ്പെടുകയും ഈ കത്ത് എഴുതി എന്ന് പറയുന്ന ബിബിൻ, ജയിലില് പൾസർ സുനിയുടെ സഹതടവുകാരനായിരുന്ന ബിബിന് ഇത് താൻ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞതനുസരിച്ചാണ് ഈ കത്ത് എഴുതിയത് എന്നൊക്കെ പറയുകയും ആ വാദം പൊളിയുകയും ഒക്കെ ചെയ്ത് പിന്നീട് ഈ കേസിന്റെ ഭാഗമായി മാറിയതാണ്. അവിടെയാണ് താൻ നേരിട്ടല്ല ഇത് അറിയുന്നത്, തനിക്ക് പൾസർ സുനിയുമായുള്ള ബന്ധം അറിയാവുന്നത് ഒരു ഓൺലൈൻ അഭിമുഖത്തിലൂടെയാണ്. മറ്റൊരു പ്രധാന വിഷയമായി ക്രോസിൽ പറഞ്ഞത് ഈ പൾസർ സുനി സ്ഥിരമായി ദിലീപിനൊപ്പം ലൊക്കേഷനിൽ വരാറുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, അത് എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാവുന്നത് ചോദിച്ചപ്പോൾ മറുപടിയായി ഈ നടി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ നടി മറ്റൊരു സെക്യൂരിറ്റി ജീവനക്കാരൻ, അതായത് സെറ്റുകളിലൊക്കെ ഒരുപാട് ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ എടുത്തൊരു സെൽഫി ഉണ്ട്. ആ സെൽഫി പോലും കോടതി പൾസർ സുനിയുടെ ആ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആ ഒരു ഫോട്ടോ സെൽഫി പോലും കോടതി വിലക്കെടുത്തിട്ടില്ല. ജീവനക്കാരും മറ്റും നടിമാരുടെയും നടന്മാരുടെയും സെറ്റിന്റെ സംരക്ഷണത്തിനായി ഉണ്ടാവും. മറ്റൊരു സെക്യൂരിറ്റി ജീവനക്കാരൻ തന്നോടും അമ്മയോടും പറഞ്ഞിരുന്നു പലപ്പോഴും ദിലീപിനൊപ്പം പൾസർ സുനിയും സെറ്റിൽ വരാറുണ്ട് എന്ന്. അതും ഒരു ഹിയർസേ ആണ്, നമ്മൾ മനസ്സിലാക്കണം. നേരിട്ട് കണ്ടു മനസ്സിലാക്കിയ കാര്യമല്ല, ഒരു ഇതൊന്നും കോടതി വിശ്വസിക്കില്ല. ഈ ഹിയർസേ ഒന്നും കോടതി വിശ്വസിക്കില്ല. വ്യക്തമായിട്ടുള്ള തെളിവുകൾ ആവശ്യമാണ്. കേൾവിയാണ് എന്നുള്ളത് മനസ്സിലാക്കണം. അതായത് കേട്ടുകേൾവി കൊണ്ട് ഈ വിഷയം കോടതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചിടത്താണ് നടിക്ക് അല്ലെങ്കിൽ പ്രോസിക്യൂഷന് പരാജയമുണ്ടായത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് മറ്റൊരു സെക്യൂരിറ്റി ജീവനക്കാരൻ പറഞ്ഞതനുസരിച്ചാണ് തനിക്ക് മനസ്സിലായത്. തന്നോടും അമ്മയോടും പറഞ്ഞിരുന്നു പലപ്പോഴും ഇങ്ങനെ പൾസർ സുനി ദിലീപിനൊപ്പം പൾസർ സുനി വരാറുണ്ട് എന്ന കാര്യം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടി മൊഴിയായി
കോടതിയിൽ നൽകിയ കാര്യങ്ങൾ, അതായത് ദിലീപ് തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും തനിക്ക് സിനിമയിൽ നിന്ന് ഔട്ടാക്കാൻ ദിലീപ് പറഞ്ഞുവെന്നും ഒപ്പം അമ്മയുമായി അതായത് ദിലീപും കാവ്യ മാധവനുമായുള്ള ബന്ധം തനിക്ക് നേരിട്ട് അറിയാമായിരുന്നുവെന്നും അവിടെ മുറിയിൽ അവർ ഒരുമിച്ച് താമസിക്കുമായിരുന്നു എന്ന മൊഴിയായി പറഞ്ഞ കാര്യം, ഒപ്പം സിനിമാ രംഗത്തെ എല്ലാവർക്കും ദിലീപും കാവ്യയുമായുള്ള ബന്ധം അറിയാം എന്ന കാര്യങ്ങളൊക്കെ ഈ മൊഴിയായി പറഞ്ഞിരുന്നല്ലോ. പക്ഷെ അതൊന്നും എന്തുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ ചോദിച്ചപ്പോൾ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ട് വെളിപ്പെടുത്തൽ നടത്തിയില്ല? നേരത്തെ നമുക്കറിയാം മഞ്ജു വാര്യരുടെ കേസിലും ആ മൊഴിയിലും കോടതി ചോദിച്ച അല്ലെങ്കിൽ കോടതി ആ മൊഴി അവിശ്വസിക്കാൻ പ്രധാനമായ കാരണമായത് അന്വേഷണ വേളയിൽ അന്വേഷണ ഉദ്യോഗസ്ഥനോട് ഇക്കാര്യം പറയാതിരിക്കുകയും പിന്നീട് കോടതിയിൽ ഇത്തരം കാര്യങ്ങൾ പറയുകയും ചെയ്ത ഒരു പശ്ചാത്തലം കോടതി അവിശ്വസിക്കേണ്ടി വന്നു. കോടതി മുഖവിലേക്ക് എടുക്കാതെ ആയി എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെയും ദിലീപുമായി ബന്ധപ്പെട്ട തനിക്കറിയാവുന്ന ഒരു വിഷയവും അന്വേഷണ ഉദ്യോഗസ്ഥരുമായി പങ്കുവച്ചില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം കോടതി ഈ വിധിന്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് വളരെ പ്രധാനമാണ്. അത് ഈ കോടതി ഈ മൊഴി അവിശ്വസിക്കുന്നതിന് കാരണമാവുകയും ചെയ്തു. അതുപോലെ തന്നെ ദിലീപ് തന്നോട് നേരിട്ട് ചോദിച്ച കാര്യമൊന്നും മൊഴിയായി കൊടുത്തൊന്നും നേരത്തെ പോലീസ് ഉദ്യോഗസ്ഥരോട് പറയാമായിരുന്നു. അത് പ്രോസിക്യൂഷന് വളരെ പ്രധാനപ്പെട്ട ഒരു എവിഡൻസായി മാറുകയും ചെയ്യും, സംശയമില്ല ആ കാര്യത്തിൽ. ഇവിടെ അതിനുശേഷം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഡെക്കാൻ ക്രോണിക്കിൾ നൽകിയ അഭിമുഖം നമ്മൾ പറഞ്ഞു. അതിൽ തന്നെ വലിയ ഒരു നടൻ, സിനിമയിലെ വലിയൊരു നടൻ തന്നെ ഒതുക്കാൻ ശ്രമിക്കുന്നുണ്ട്, തനിക്ക് ശത്രുവായി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവിടെ ഇത്തരത്തിൽ ആ നല്ല റോളുകൾ തനിക്ക് കിട്ടാത്തത് ഈ നടൻ ഇടപെട്ടത് കൊണ്ടാണ് എന്ന് പറയുകയും പിന്നീട് കോടതിയിൽ അത് ദിലീപ് ആണെന്ന് പറയുകയും ചെയ്തപ്പോൾ ക്രോസിൽ ദിലീപിന്റെ അഭിഭാഷകൻ ശ്രീ രാമൻപിള്ള ചോദിച്ചത് 2013-ലും 2014-ലും 2016-ലും ഒക്കെ, ഈ അഭിമുഖം 2015-ലാണ്, 2013-ലും 2014-ലും 2016-ലും ഒക്കെ നിരവധിയായ അഭിമുഖങ്ങൾ നിരവധി പത്രങ്ങൾക്ക് നൽകിയിട്ടുണ്ട് നടി. ഈ അഭിമുഖങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത് തനിക്ക് നല്ല വേഷം കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് താൻ മലയാള സിനിമയിൽ സജീവമാകാത്തത്, നല്ല വേഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് മാത്രമാണ്. അല്ലാതെ ഏതെങ്കിലും നടന്റെ പേരെടുത്ത് പറയുകയോ തന്നെ സിനിമയിൽ ഒതുക്കാൻ ശ്രമിക്കുകയോ ജപിക്കുന്ന ക്രിമിനൽ ലോയേഴ്സ് മിടുക്കരായ അതാണ് അവസ്ഥ. അതിന് കോടതിയെ ജഡ്ജിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. കോടതിനെ എതിർത്ത് സംസാരിക്കുക, കോടതി അത് ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. പറയുകയോ ചെയ്യാതെ എന്താണ് ഈ നല്ല വേഷം കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് താൻ സിനിമയിൽ അഭിനയിക്കാതിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ ദിലീപുമായി ബന്ധപ്പെട്ട വാദം വീണ്ടും പൊളിയുകയാണ്. അതിന് പ്രതിഭാഗ അഭിഭാഷകൻ ഇത്തരം അഭിമുഖങ്ങളുടെ കൃത്യമായ വിശദാംശങ്ങൾ വളരെ കൃത്യമായി തന്നെ കോടതിയിൽ ഹാജരാക്കുകയും മറ്റും ചെയ്തു എന്നുള്ളതാണ്. അത് കോടതി മുഖവിലേക്ക് എടുത്തു എന്നുള്ളത് ഈ കേസിൽ പ്രധാനമാണ്. മറ്റൊന്ന്, ഈ സംഭവത്തിന് ശേഷമാണ് ഹണീബി എന്ന സിനിമ, ഒപ്പം ആദം എന്ന ഫിലിം. ആദം എന്നത് പൃഥ്വിരാജിന്റെ സിനിമയാണ്. ഹണീബി നമുക്കറിയാം ജീൻ പോൾ ലാൽ, സംവിധായകൻ ലാലിന്റെ മകൻ. ലാലാണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത്തരത്തിൽ ഈ രണ്ട് സിനിമ മഞ്ജു വാര്യരുടെ മൊബൈൽ ഫോണിൽ മഞ്ജു വാര്യർ ദിലീപിന്റെ മൊബൈൽ ഫോണിൽ ഒരു മെസ്സേജ് കാണുന്നു, പല മെസ്സേജുകൾ കാണുന്നു. യെസ്, ഇത് ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്തു. ഞാൻ ആ ക്ലിപ്പുകളൊക്കെ മാറ്റാൻ വിട്ടുപോയി. ഇതാണ് ഒരു വിധി പകർപ്പിൽ വളരെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉറ്റുനോക്കിയിരുന്ന ഒരു ഭാഗം. കോടതി നിയമം ഞാൻ വിശ്വസിക്കുന്നില്ല, നിങ്ങളൊക്കെ വിശ്വസിക്കുന്നു വിചാരിക്കുന്നു. കോടതി നിയമമൊക്കെ ഉണ്ടെങ്കിലും ഇതിനൊക്കെ മുകളിലൊരു കോടതി ഉണ്ട്, ഒരു ദൈവത്തിൻ്റെ ഒരു ഇതുണ്ട്. അതിൽ നിന്ന് ഒരു മനുഷ്യനും രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ളതാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത് കേട്ടോ. എന്ത് കോടതി ഉണ്ടെങ്കിലും എവിടെയൊക്കെ ആരൊക്കെ എന്തൊക്കെ കാരണം കൊണ്ട് ആരൊക്കെ കബളിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതിനൊക്കെ മുകളിൽ ദൈവത്തിൻ്റെ ഒരു കോടതി ഉണ്ട്. അതിൽ നിന്ന് ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല എന്നാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത്. എന്താണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻറ്റ് ചെയ്യൂ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.